അളിയ, നമ്മുടെ അനിയത്തിപ്രാവ് സിനിമയില് ശാലിനി വീട് വിട്ടു പോയപ്പോൾ അവളുടെ ചേട്ടന്മാരെല്ലാം അവളുടെ തിരിച്ചു വരവിനായി കാത്തിരിക്കുകയായിരുന്നു. അവരൊന്നും ഗ്രേറ്റ് അല്ലടാ. ഇത്രയും നാളുകളായി ഈ ഒരു സ്നേഹത്തിന് വേണ്ടി നീ ആറ്റുനോറ്റ് കാത്തിരുന്നില്ലേ? നീയാണ് അളിയ ഗ്രേറ്റ്, ഗ്രേറ്റ്. എന്റെ സ്നേഹിത അളിയ, നീയാണ് ഗ്രേറ്റ്, നീയാണ് ഗ്രേറ്റ്. നോക്കടാ ടിച്ചുക്കു, ഇതൊന്നും ഗ്രേറ്റ് അല്ല. ആ ഈശ്വരൻ നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ എനിക്ക് തന്നില്ലേ, അതാണ് ആ ഗ്രേറ്റ്. അളിയ ചക്കര തക്കുടു, നീ കരയാൻ പാടില്ല. ഇന്ന് നിന്റെ കല്യാണമാണടാ, നീ കരയരുത്. കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്പം പെർഫ്യൂം അടിച്ചിട്ട് പോയി അവിടെ പോയി ഇരിയടേ. പോടാ പോ. നിന്റെ ഫസ്റ്റ് നൈറ്റിന് ഞാൻ ഡ്രൈ ഫ്രൂട്ട് ജ്യൂസും പിന്നെ ഒരു ഡബ്ബ കുങ്കുമപ്പൂവും അതിൽ ഇട്ട് വെച്ചിരിക്കാനടാ. അത് വേറൊന്നും കൊണ്ടല്ലടാ, അറ്റ്ലീസ്റ്റ് നിനക്ക് ജനിക്കുന്ന കൊച്ചെങ്കിലും ഒന്ന് വെളുത്തിരിക്കട്ടെ എന്ന്. മാത്രമല്ല അവിടെ അഞ്ചുര കഞ്ചുരായും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോനെ. എന്തിനാണെന്നോ നിനക്കിതൊന്നും മനസ്സിലാവില്ല. നിന്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കണമെങ്കിൽ നിന്റെ ഫസ്റ്റ് നൈറ്റ് ടൈറ്റ് ആയിരിക്കണം ആളിയാ. തൊപ്പി ഇട്ടിട്ട് എന്റെ കണ്ണ് തന്നെ തട്ടുമെന്ന് തോന്നുന്നല്ലോ എന്റെ പൊന്നു പന്നിക്കുട്ടി. നടക്ക നടക്ക. ഓ നാണിക്കാ നടക്കളിയാ മുത്തശ്ശി. ഇത് നോക്ക്, എന്റെ മരുമകളെയാണ് നിനക്ക് കല്യാണം കഴിച്ചു തരുന്നത്. 10 കുട്ടികളെ പെറ്റ് ദീർഘായുസായിട്ടിരിക്കും. അതിന്റെ കൂടെ ഒന്നുകൂടെ പ്രസവിച്ച നമുക്കൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാമല്ലോ മുത്തശ്ശി. അങ്ങനെയാണ്. ഇതൊന്ന് ഞാൻ ഊരിക്കോട്ടെ. പോയി അവിടെ ഇരിക്കാൻ നോക്കടാ. മുത്തശ്ശി വാള എടുക്കാൻ നോക്ക. ആരാടാ തന്നത്? ചേട്ടന്റെ കൂട്ടുകാരൻ തന്നതാ. മൈ ഡിയർ അമിതാഭ് ബച്ചൻ, ഞാനാണ് നിന്റെ ഫ്രണ്ട് ധർമ്മേന്ദ്ര. ഇപ്പൊ നിന്റെ ഹേമമാലിനി എന്റെ കൂടെയാണുള്ളത്. കാരണം എന്തെന്നാൽ ഹേമമാലിനി എപ്പോഴും ധർമ്മേന്ദ്രയുടെ കൂടെ ഇരിക്കണം, അതാണ് ശരി. അന്ന് എന്താണ് നടന്നതെന്ന് വെച്ചാൽ, അന്ന് നല്ല മഴയായിരുന്നു. അവൾ അതിൽ നനഞ്ഞു വന്നു. വീട്ടിൽ ആരും ഇല്ലെന്ന വിചാരത്തോടെ ഇനി മുതൽ ഞാനും അവളും നല്ല റൊമാൻസിലായിരിക്കും. എന്താ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്? ഇതാ ഈ ലാപ്ടോപ്പ് എടുത്തൊന്ന് തുറന്നു നോക്കൂ. ഇതാ ഈ ഫോണും നോക്കൂ. അയ്യോ, എന്തിനാ ഇതൊക്കെ? എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? ഈ ജനറേഷനിലുള്ള കുട്ടികള് സന്തോഷായിട്ടിരിക്കണം. കയ്യിൽ ഫോണില്ലെങ്കിൽ എങ്ങനെയാ? അതുകൊണ്ടാണ് ഐഫോൺ. ഇവളുടെ എഡ്യൂക്കേഷൻ യൂസ് ആവും, അതുകൊണ്ടാണ് ലാപ്ടോപ്പ്. നിങ്ങൾക്ക് മൈസൂർ സിൽക്ക് സാരി എടുത്തോളൂ. ഇതാ നിനക്ക്. മൊബൈൽ നന്നായിട്ടുണ്ടല്ലേ? സൂപ്പർ കളർ. ക്ഷമിക്കണം സർ, ഇതെല്ലാം നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. ഇത് വാങ്ങാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഓ ശരി, നിങ്ങൾക്കിഷ്ടല്ലെങ്കിൽ വേണ്ട. പാവ, അവരെങ്കിലും അത് എടുത്തോട്ടെ. വേണ്ട സർ, ഈ വീട്ടിൽ ഞങ്ങൾക്കിടയിൽ വേർതിരിവൊന്നുമില്ല. എന്റെ തീരുമാനമാണ് അവരുടെ തീരുമാനം. അതെയോ? അങ്ങനെയാണെങ്കിൽ എന്റെ മരുമോന് ലാപ്ടോപ്പ് വേണ്ടേ? വേണം, അല്ലെങ്കിൽ വേണ്ട. വേണം, പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? സാരമില്ല, എടുത്തോളൂ. വേണ്ട സാറേ. എന്നാ പിന്നെ നിങ്ങളിഷ്ടം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നിങ്ങള് എന്ത് ജോലിയാ ചെയ്യുന്നത്? ഓട്ടോ ഡ്രൈവർ സർ. ഓട്ടോ ഡ്രൈവറോ? ഓട്ടോ ഡ്രൈവറിന് എത്ര അഭിമാനത്തോടു കൂടിയാ പറയുന്നേ. ഞങ്ങൾ ന്യായത്തോടും അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാ. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഓട്ടോ ഡ്രൈവറാന്ന് അഭിമാനത്തോടു കൂടി പറയുന്നതിന് എന്താ തെറ്റ്? ഗുഡ്. പക്ഷേ നാളെ മുതൽ എന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കില്ലാന്ന് മാത്രം പറയരുത്. ഗസ്റ്റ് ഹൗസോ? യെസ്. ഈ അശോക് ബഹദൂറിന്റെ ബന്ധുക്കളാകാൻ പോകുന്ന നിങ്ങൾ ഈ സ്ലമ്മിൽ കുളിക്കാത്ത ഈ ജനങ്ങൾക്കൊപ്പം നിങ്ങൾ താമസിക്കുന്ന ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഞങ്ങൾക്കൊരു വലിയ ബംഗ്ലാവുണ്ട്. സമയാസമയം ഭക്ഷണം ഉണ്ടാക്കാൻ പാചകക്കാരുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ ജോലിക്കാരുണ്ട്, സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഞങ്ങളുടെ വീടിന് മുൻപിൽ 5-6 കാറുകളുണ്ട്. നിങ്ങൾക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ കൂടെ കൊണ്ടുപോകാൻ ഡ്രൈവേഴ്സ് ഉണ്ട്. സോ എൻജോയ്. ഈ സ്ലമ്മിൽ ജീവിച്ചിട്ട് തന്നെ എന്റെ മരുമകൻ കോളേജിൽ ഫസ്റ്റ് ആയി വന്നിരിക്കുന്നു.
അപ്പോ എന്റെ ഗസ്റ്റ് ഹൗസ് താമസിച്ച സ്റ്റേറ്റിൽ തന്നെ നമ്പർ 1 ആയിട്ട് വരും. ഇവൻ ഇതുവരെ ഡോക്ടറാകാൻ പഠിച്ചോണ്ടിരുന്നത് കൊട്ടാരത്തിലല്ല സർ, സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെയാ. ദാരിദ്ര്യത്തിൽ പഠിച്ച അബ്ദുൽ കലാം ഈ രാജ്യത്തെ പ്രസിഡന്റായി. പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കുടിലിരുന്നും പഠിക്കാൻ സർ. ചീത്തയാകണമെന്നുണ്ടെങ്കിൽ കൊട്ടാരത്തിലാണെങ്കിലും ചീത്തയാകും സർ. പഠിപ്പ് മാത്രമല്ല, ഏത് മേഖലയിലായാലും കഴിവ് തെളിയിക്കാൻ പണവും അന്തസ്സും അല്ല പ്രധാനം, ആത്മവിശ്വാസമാണ്. നിന്റെ ഡയലോഗ് കേൾക്കാൻ വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ ജീവിക്കാൻ അത് പോരാ. പണത്തിന്റെ വിലയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല. ഞങ്ങൾ ബന്ധങ്ങളെ സ്നേഹത്തോടെ വളർത്തുന്ന സമയത്ത് നിങ്ങൾ അതിനെ പണം കൊണ്ട് നശിപ്പിക്കാൻ നോക്കുന്നു. ഞങ്ങളെ വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല സർ. ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ നിന്നും പാഠം പഠിക്കേണ്ട വിധി. ഷേറ്റ്. നോക്കൂ, ഭാഗ്യം വീട് തേടി വരുമ്പോ അതിനെ സ്വീകരിക്കുന്നതാണ് ബുദ്ധി. നിങ്ങളുടെ ഈ വിഡ്ഢിത്തരം കാരണം പാവം ഇവരുടെ ജീവിതവും നശിച്ചു പോകും. ഞാൻ എന്റെ മോക്ക് വേണ്ടി അവസാനായിട്ട് ചോദിക്കാ, ഇവര് മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ ഓട്ടോ എടുത്ത് കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കും. 10,000 പേർക്ക് ഞാൻ അന്നം നൽകുന്നവനാ. അങ്ങനെയുള്ളപ്പോ നിനക്ക് 3 നേരം ഭക്ഷണം നൽകുന്നത് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല. എണീക്കടോ. എന്ത്? എണീക്കാൻ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങടോ പുറത്ത്. അയ്യോ ഗംഗേ, ചേച്ചി ഒന്നും പറയണ്ട. എന്താ എന്റെ മുഖത്തോട്ട് നോക്കുന്നേ? ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഞാൻ പോയേക്കാം, പക്ഷെ പോകുന്നതിന് മുൻപ് നിങ്ങളോടായിട്ടൊന്ന് പറയാം. ഇവളും നന്നാവില്ല, ഇവളെ കൂടെ ജീവിച്ചാ നിങ്ങളും നന്നാവില്ല. മൈക്കിൾ സാർ. എടുത്തോ, പോകാം. ഓക്കെ സാർ. ആ സാരി ഇങ്ങോട്ട് തരൂ. വേണ്ട, നീ അതൊക്കെ അവിടെ വെച്ചിട്ട് പോവാൻ നോക്ക്. ഗംഗ, നീ ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. സർ ആംഗ്രി വേണ്ട സർ. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ദൈവമാ. കുചേലന്റെ വീട്ടിലേക്ക് കൃഷ്ണൻ വന്ന മതി. എന്തൊക്കെ ആയാലും ഞങ്ങളുടെ ഗംഗ ഓട്ടോ ഡ്രൈവർ അല്ലേ. അവൾക്ക് നിങ്ങളുടെ റേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. നീയെങ്കിലും പറയുമേ. ഗംഗേ, ഇവിടെ പാവപ്പെട്ടവൻ പണക്കാരൻ, നല്ലവൻ ദുഷ്ടൻ എന്നുള്ള വേർതിരിവൊന്നുമില്ല. മുതിർന്ന ഒരാളോടാ നീ സംസാരിക്കുന്നത്, അന്തസ്സുള്ള ഒരു മനുഷ്യൻ. അന്തസ് പ്രതീക്ഷിക്കുന്നവര് അന്തസ്സായിട്ട് തന്നെ പെരുമാറണം. എന്റെ ആത്മാഭിമാനത്തിന് പ്രശ്നം ഉണ്ടായാ ഞാൻ വെറുതെ ഇരിക്കില്ല. നിന്റെ സ്വാർത്ഥതയെ നീ എന്തിനാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത്? അതേന്ന്, ആത്മാഭിമാനമല്ല ചിറ്റിക്കുള്ളത്, സ്വാർത്ഥതയാണ്. ഞാൻ മേടിച്ചോണ്ട് വരുന്ന വസ്ത്രം മാത്രമേ ഉടുക്കാവൂ, ഞാൻ മേടിച്ചോണ്ട് വരുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ കേൾക്കണം, ഞാൻ പറയുന്നത് പോലെ തന്നെ നടക്കണം. ഓരോ കാര്യത്തിലും ഞാൻ. ഇത് സ്വാർത്ഥത അല്ലെങ്കിൽ പിന്നെ എന്താണ്? അർജുൻ, നല്ല വസ്ത്രം ധരിക്കണം, നല്ല ആഹാരം കഴിക്കണം, നന്നായി പഠിക്കണം. നീ ഒരു വലിയ മനുഷ്യനാകണമെന്ന് പറഞ്ഞത് സ്വാർത്ഥത കൊണ്ടല്ല മോനെ, സ്നേഹം കൊണ്ടാ.